ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെർമയുടെ പാലറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു മിനിമൽ ലുക്ക് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇത് വളരെ മിനിമൽ മേക്കപ്പാണ്. ഒരുപാട് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എൻ്റേത് ഈ ഒരു ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലോ വന്നിട്ടുള്ളത്. ഈ ഗ്ലോയ്ക്കൊന്നും ഞാനൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഡെർമയുടെ വെറും 2 ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡെർമയുടെ പാലറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് DFD എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ ഉള്ളത് D64. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഓറഞ്ച് കളർ കറക്റ്ററും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കളർ കറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് കളർ കറക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡിസ്കളറേഷൻസിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള കളർ വെച്ച് ന്യൂട്രലൈസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് കളർ കറക്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളർ കറക്റ്ററാണ് ഓറഞ്ച് കളർ കറക്റ്റർ. അത് നമ്മൾ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാനും അതുപോലെ മെയിനായിട്ട് ലിപ്സിൻ്റെ ചുറ്റുമുള്ള ഒരു ഡാർക്ക്നെസ് കവർ ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യും. ഇനി ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കളറേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലുള്ള ഈ ഡിസ്കളറേഷൻസ് തെളിഞ്ഞു വരും. എന്നിട്ട് ഫൗണ്ടേഷൻ ആഷ് കളറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ കളർ കറക്റ്റ് വെച്ച് ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഈ ഒരു കളർ കറക്റ്റർ ഞാൻ എൻ്റെ ഫേസിൽ എവിടെയൊക്കെ ഡിസ്കളറേഷൻസ് ഉണ്ടോ അവിടെയെല്ലാം വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേക്കപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമല്ല, അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നീട് ഞാൻ എടുക്കുന്നത് DFD എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതായത് എൻ്റെ ഫേസിൻ്റെ സെയിം ഷെയ്ഡാണ് ഈ ഒരു DFD എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് ഞാൻ വളരെ ലേറ്റായിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത കളർ കറക്റ്റ് നല്ലതുപോലെ ബ്ലെൻഡ് ആക്കിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അങ്ങനെ ബ്ലെൻഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡുള്ള ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ അപ്ലൈ ചെയ്ത് കഴിയുമ്പം താഴെയുള്ള ഓറഞ്ച് കളർ തെളിഞ്ഞ് വരുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു DFD എന്ന് പറയുന്ന ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെൻ്റെ സ്കിന്നിൻ്റെ സെയിം കളറാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസിലുള്ള ഡിസ്കളറേഷൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഫേസ് ഒന്ന് ഫ്ലാറ്റായിട്ട് വരും. അതായത് ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് വളരെ മിനിമലായിട്ടാണ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫെദർ ടച്ച് പോലെ മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയ്ക്ക് മിനിമലായിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ D64 ആണ്. D64 എന്ന് പറയുന്ന ഷെയ്ഡ് എൻ്റെ ഷെയ്ഡിൻ്റെ ഒരു പടി ഫെയർ ആണ്, ഒരു സ്റ്റെപ്പ് ഫെയർ ആണ്. അപ്പം ഇത് ഞാൻ എടുത്തിട്ട് എൻ്റെ ഐസിൻ്റെ അണ്ടറായിട്ടുള്ള ഏരിയ, അതുപോലെ നോസ്, അതുപോലെ ഈ താടി, അങ്ങനെയുള്ള ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിൽ മാത്രമാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും നമ്മുടെ താഴെ കൊടുത്തിട്ട് DFD ഷെയ്ഡുമായിട്ട് ബ്ലെൻഡ് ആകാൻ മാത്രം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഹൈ പോയിൻറ്റ്സിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നിക്കാനായിട്ടാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള സ്കിൻ കളറിൽ നിന്നും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു ഇല്യൂഷൻ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈ പോയിൻറ്റ്സിൽ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്. നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ് മുഴുവൻ വരുന്നത് ഈ ഒരു ബ്ലെൻഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ടൈം എടുത്ത് തന്നെ
ഈ ഒരു മേക്കപ്പ് നല്ല പോലെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ഫേസ് ഏകദേശം ഇങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്ന ഒരു ബ്ലഷാണ്. അപ്പോൾ അത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചീക്സിലും പിന്നെ നോസിൻ്റെ ഏരിയയിലും പിന്നെ കുറച്ച് താഴത്തെ ചിന്നിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലഷും ഫൗണ്ടേഷനും ഒന്നും വേറെ വേറെ നിൽക്കാതെ എല്ലാം ഒന്ന് ഇവനായിട്ട് തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ ബ്ലഷും അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സമയത്തിനേക്കാളും കൂടുതൽ സമയം എടുത്ത് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബ്ലെൻഡിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കും വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോറിയൽ പാരീസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് 230 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ട് അത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ലിപ് ഗ്ലോസും ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് ലിപ് ഗ്ലോസ് ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ലിപ് ഗ്ലോസ് അത്രയ്ക്ക് ഹൈ എൻഡ് അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കൊക്കെ തരാൻ പറ്റുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. അതും ജസ്റ്റായിട്ടൊന്നൊരു ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഐസൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ വേർക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു മേക്കപ്പ് അങ്ങനെ ഒലിച്ചു പോകുന്നില്ല. ഞാനത് ടിഷ്യൂ വെച്ച് പലതവണ തുടയ്ക്കുന്നുണ്ടായിരുന്നു വീഡിയോയുടെ ഇടയിൽ. എങ്കിൽ പോലും ആ ഒരു മേക്കപ്പ് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ വെച്ച് തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫർ ആവും ടിഷ്യൂവിലേക്ക്, പക്ഷെ എങ്കിലും അത് അവിടെ തന്നെയുണ്ട്. അതാണ് ഡെർമ പാലറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒന്ന് ചെറുതായിട്ട് വേർത്താലൊന്നും ഈ ഒരു മേക്കപ്പിൻ്റെ ബേസ് അവിടെ തന്നെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബൈ.